Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു USDT പെയറിലുള്ള ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു അനാലിസിസ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ലെവൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു 40Kയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വളരെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് ഇപ്പോൾ ബിറ്റ് കോയിനിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് 2, 3, 4 ദിവസമായിട്ട് ഫോം ആയിട്ടുള്ള ആ ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സെല്ലിംഗ് പ്രഷറാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല, അതിനിടയിൽ ഫോം ആയിട്ടുള്ള 2 ഗ്രീൻ ക്യാൻഡിൽസും വളരെ വീക്ക് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സെല്ലിംഗ് പ്രഷറാണ് കൂടുതൽ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ കൃത്യമായിട്ട് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പാരലൽ ചാനലിനകത്താണ് പ്രൈസ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഹയർ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഹൈ ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഈ ഒരു പാരലൽ ചാനൽ ഫോളോ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് നടത്തുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പാരലൽ ചാനലിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഇവിടെ ഒരു പ്രൈസ് റിജക്ഷൻ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക, അതായത് ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ട് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു 40K എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് മുൻപ് പല സമയത്തും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് പോലും ഈ ഒരു 40K എന്ന് പറയുന്ന ലെവലിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല, നമ്മുടെ ആ ഒരു പാരലൽ ചാനലിൻ്റെ ട്രെൻഡ് ലൈനും ആ ഒരു ലെവലിൽ നമുക്ക് ഒരു പ്രൈസിൻ്റെ ഒരു റിജക്ഷൻ നമുക്ക് ആ ഒരു ലെവലിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാക്കി എടുക്കാനായിട്ട് പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുള്ളത് നമ്മുടെ ഈ ഒരു ലെവലാണ്. അതായത് ഈ ഒരു കൃത്യമായിട്ട് പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു 44K എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. അതായത് തൊട്ട് മുൻപ് കുറച്ച് മാസങ്ങളായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെവലാണ് 44K എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രോയിങ്സ് ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്കിനി ഇവിടെ പ്രതീക്ഷിക്കാനായിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഈ ഒരു 40Kയിലേക്ക് പ്രൈസ് ഇറങ്ങി വരും എന്നുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു 40K എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ് കോയിൻ ഇറങ്ങി വരും എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാരലൽ ചാനൽ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ ഒരു 40Kയിൽ നിന്നൊരു പ്രൈസ് റിജക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് പ്രൈസ് ഒന്ന് റിജക്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ബയേഴ്സ് അവിടെ കൂടുതലായിട്ട് എൻ്റർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായതുകൊണ്ട് തന്നെ ഒരുപാട് ബയേഴ്സ് ആ ഒരു ലെവലിൽ നിന്ന് എൻ്റർ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ നിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ നമുക്ക് അവിടെ കാണാവുന്നതാണ്. അങ്ങനെ ഒരു ബൈയിങ് പ്രഷർ അവിടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 50K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക്, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ഒരു 44K എന്ന് പറയുന്ന ലെവൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ നോർമലായിട്ട് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് തന്നെ പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളത് പല വീഡിയോകളിലായിട്ട് അല്ലെങ്കിൽ പല ചാർട്ട് അനാലിസിസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 44K എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ലെവലിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നടത്താനായിട്ട് സാധ്യതയുണ്ട്. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആയാൽ പോലും നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. ഒരു ലോവർ ലോ ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു 44Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ല, ഇനിയും സെല്ലേഴ്സ് തന്നെയാണ് ഇവിടെ ആധിപത്യം നേടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, വളരെയധികം സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇനി അങ്ങോട്ടും ഇവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റീടെസ്റ്റ് കിട്ടിയെന്ന് വരില്ല. നമുക്ക് നേരെ ഈ ഒരു 40Kയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നോർമലായിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 44Kയിലൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടായിരിക്കും അടുത്ത ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുക. അതായത് 40K എന്ന് പറയുന്ന ആ ഒരു ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കൊരു 40Kയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ ഒരു പാരലൽ ചാനൽ, ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ് 40K എന്ന് പറയുന്നത്.
സോ 40Kയിൽ നിന്ന് നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കും. ഓൾറെഡി ബൈ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 40K എത്തുമ്പോൾ കുറച്ചുകൂടെ ബൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ ബൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഈ ഒരു 40Kയിൽ ഉണ്ടായിരിക്കും. ഇനി ഒരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇവിടെ എങ്ങനെയാണ് മൂവ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരലൽ ചാനലിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഈ താഴെയുള്ള ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നു, ദെൻ വീണ്ടും ഈ ഒരു പാരലൽ ചാനലിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, ദെൻ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ചാനലിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് പ്രൈസ് വീണ്ടും ഈ ഒരു പാരലൽ ചാനലിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ടുള്ള ഒരു മൂവ് സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനിടയിൽ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വീക്കിലി ടൈം ഫ്രെയിമാണ്, ഒരു ലോങ് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് മാസങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസങ്ങൾക്കിടയിൽ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു വർഷം തന്നെ ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ബിറ്റ്കോയിനിൽ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 40Kയിലേക്ക് ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 40Kയിലേക്ക് പ്രൈസ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ 40Kയിൽ നിന്നൊരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ബിറ്റ്കോയിൻ്റെ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.